ഇന്നത്തെ വിവാഹങ്ങളൊക്കെ എന്താണ് റബ്ബേ? പണക്കൊഴുപ്പ് കാണിക്കുന്നതല്ലേ? ഇന്നത്തെ വിവാഹങ്ങൾ എന്തെല്ലാം ആർഭാടങ്ങളാ! പള്ളിയിലെ സെക്രട്ടറിയുടെ മോളുടെ വിവാഹം, ഹാജിയാരുടെ മോളുടെ വിവാഹം, ഇമാമിന്റെയും പ്രവാചകന്റെയും മക്കളുടെ നിക്കാഹ്, എന്തെല്ലാമാണ് ഇത്! ചോദിച്ചാ ചില വാപ്പമാര് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിസ്കാര തഴമ്പ് നെറ്റിയിലുണ്ട്. തന്റെ പൊന്നുമോളുടെ വിവാഹത്തിന്റെ അന്ന് നടക്കുന്ന പേക്കൂത്ത് കണ്ടിട്ട് മൈലാഞ്ചിയും അതിന്റെ കൂടെ നടക്കുന്ന ഗാനമേള എന്തെല്ലാം വൃത്തികേട് കണ്ടിട്ട് വാപ്പാ എന്തേ എന്ന് ചോദിച്ചാ പറയും, ഉസ്താദേ ആകെ ഒന്നല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ എന്റെ മക്കള് കേൾക്കൂല. നാണമില്ലേ വാപ്പാ പറയാറ്? സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വാപ്പമാര്, പണക്കൊഴുപ്പ് കാണിക്കുന്ന ഉപ്പമാര്, പടച്ചവനെ എന്തെല്ലാം പേകൂത്തുകളാണ്! വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. അവസാനം പാതിരാത്രി 12 മണി വരെ പേക്കൂത്തുകൾ കാണിച്ച് വെളുപ്പാങ്കാലം 7 മണി വരെ കിടന്നിറങ്ങി വിവാഹത്തിന്റെ അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? വിവാഹ പെണ്ണ് പോലും നിസ്കരിക്കില്ല, വിവാഹം കഴിക്കുന്ന പയ്യൻ പോലും സുബഹി നിസ്കരിക്കൂല. 7 മണി വരെ കിടന്നിറങ്ങിയിട്ട് പിന്നെ ഒരുങ്ങി കെട്ടിയിട്ട് റബ്ബേ എന്തെല്ലാ കോലങ്ങളാ! അല്ലാഹുവേ പടച്ചവനെ, വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, പിന്നെ എഴുന്നള്ളത്തിന് അമ്പലത്തിൽ നിന്ന് ആന വരുന്നത് പോലെ റബ്ബേ പെണ്ണിനെയും പയ്യനെയും വെച്ചിട്ട് ഘോഷയാത്രയാണ്. JCBയുടെ മുകളിൽ കൊണ്ടുപോകുന്നവരുണ്ട്, ടിപ്പർ ലോറിക്കകത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, സൈക്കിളിൽ കയറിയിട്ട് ചെണ്ടയടിച്ചുകൊണ്ട് റോഡിലൂടെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാ ചടങ്ങും കഴിഞ്ഞു. പാതിരാത്രി 10 മണിക്ക് പുതുമണവാളനും മണവാട്ടിയും മണിയറയിലേക്ക് കയറുമ്പോ ആ സമയത്ത് പോലും പോയിട്ട് പടക്കം പൊട്ടിക്കുന്ന ചെറുപ്പക്കാര്, ആ സമയത്ത് പോലും അവിടെ പോയിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നവർ! എന്റെ ചെറുപ്പക്കാരാ, ഇല്ലടാ, ഒരിക്കലും നിനക്ക് നല്ല മക്കള് ജനിക്കൂലടാ. എന്റെ പെങ്ങളോട് പറയുന്നു, മോളെ, ഇതുപോലെയുള്ള വൃത്തികേടുകൾ നിന്റെ വിവാഹത്തിന്റെ ദിവസമുണ്ടോ? നിന്റെ മയത്തിൽ നല്ല മക്കള് ജനിക്കൂല. എന്നാൽ ഒരു യഥാർത്ഥ പെണ്ണെങ്ങനെന്നറിയോ? ദീനുള്ള പെണ്ണിനെ കെട്ടിയാൽ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വിവാഹം കഴിഞ്ഞു. സ്വർഗത്തിന്റെ റാണിയാണല്ലോ, വിവാഹം കഴിഞ്ഞു. അലിയാര് തങ്ങളും ഫാത്തിമയും മണിയറയിലേക്ക് കിടക്കുകയാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും മണിയറക്കകത്തേക്ക് കടന്നു പോകുമ്പോ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാര് തങ്ങള് വിളക്കങ്ങണയ്ക്കുകയാണ്. ഫാത്തിമ മണിയറക്കകത്തേക്ക് കടന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണയ്ക്കുകയാ. അല്പം സമയം കഴിഞ്ഞു. വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അല്ലാഹുവേ, അലിയാരിതങ്ങള് ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ഫാത്തിമയാ. അലിയാര് തങ്ങൾ ചോദിച്ച്, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഈ പണമില്ലാത്തവന്, ഈ സൗന്ദര്യമില്ലാത്ത എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ വാപുത്തി പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. പിന്നെ എന്തിനാ ഫാത്തിമ കരഞ്ഞത്? അലിയേ, ഇന്ന് നമ്മുടെ മണിയറയല്ലേ, ഇന്ന് ജീവിതം തുടങ്ങുകയല്ലേ, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ജീവിതം തുടങ്ങുകയാ. ഇന്ന് നമ്മുടെ ആദിരാത്രിയാ. ഈ മണിയറക്കകത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്നണച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? അലിയേ,
നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമാ. ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമാ. ഒരാള് വീടിനകത്തും ഒരാള് 6 അടി മണ്ണിനകത്തും കിടക്കുന്ന ദിവസമാ. അലിയേ, ഈ വീടിനകത്ത് ഇത്ര ഇരുളാണെങ്കിൽ ഖബറിനകത്ത് എത്ര ഇരുളാലിയേ. എനിക്ക് ഖബറിനെ കുറിച്ച് ഓർമ്മ വന്നലിയേ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കയറി വന്ന ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പുതുമണവാട്ട് കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, മണ്ണറ മണിയറയാക്കാമലിയേ. ഇന്നത്തെ ആദ്യ രാത്രി 6 അടി മണ്ണിനകത്ത് ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അതാ അലിയേ മണിയറയാകേണ്ടത്. അവിടെയാണ് രക്ഷപ്പെടേണ്ടത്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. രക്ഷപ്പെടേണ്ടത് അവിടെ അലിയേ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമസ്കരിക്കാം. ഇന്നത്തെ രാത്രി ഖബറിന്റെ അകത്ത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി, ഖബറ് പ്രകാശിക്കുന്നതിന് വേണ്ടി, ഖബറിനകത്ത് സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഇബാദത്ത് ചെയ്യാമെന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു കൊടുത്ത ഭാര്യ. അതാ പെണ്ണെന്ന് പറഞ്ഞ, അതാ പെണ്ണെന്ന് പറഞ്ഞ പടച്ചവരെ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥയുണ്ടോ? ഹാജിയാരുടെ മോളാണെങ്കിലും, ഹാജിയാക്കന്മാരുടെ മോളാണെങ്കിലും, പള്ളിയിലെ ഇമാമിന്റെ മോളാണെങ്കിലും, എത്ര വലിയവന്റെ മോളാണെങ്കിലും ഓഡിറ്റോറിയത്തിൽ ഒരു കാഴ്ച കാണാം. ഓഡിറ്റോറിയത്തിൽ ഒരു കാഴ്ചയുണ്ട്. വിവാഹം കഴിഞ്ഞു, പിന്നെ ഫോട്ടോ സെക്ഷൻ തുടങ്ങാറുണ്ട്. ഫോട്ടോ സെക്ഷൻ തുടങ്ങുമ്പോ എടാ സ്വന്തം ഭാര്യയെ പിടിച്ചിട്ട് സ്വന്തം വിവാഹം കഴിച്ച അല്ലാഹു ഹലാലാക്കി തന്ന പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവളുടെ ശരീരത്തുനിന്ന് തൊടുന്നതിന് മുമ്പേ കൂട്ടുകാരുടെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഇവൻ എന്റെ കൂട്ടുകാരനാ, ചേർന്ന് നിൽക്കെന്ന് പറഞ്ഞ് അല്ലാഹുവേ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുക്കാ അനുവദിക്കുന്ന ചെറുപ്പക്കാരാ, രക്ഷപ്പെടുവോടാ പൊന്നുമോര്. അതിന് നാണമില്ലാതെ നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങള്. എങ്കിലെന്റെ പ്രിയപ്പെട്ട പെങ്ങള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അലിയാരിതങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, ഞാൻ മരിച്ച പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ, എന്നെ പകല് കബറടക്കല്ലേ, രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് നിങ്ങൾ ചോദിച്ച്, എന്തേ ഫാത്തിമ, കാരണം എന്തേ ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ ഒരന്യ പുരുഷനും ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നെ പകലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വടിവ് ഒരുത്തനും കാണാൻ പാടില്ല. അതുകൊണ്ട് രാത്രിയെ കബറടക്കാവൂ. ഈമാനുള്ള പെണ്ണങ്ങനാ, ഭർത്താവ് പറഞ്ഞാലും കണ്ടവന്റെ കൂടെ നിൽക്കൂല. കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഈമാനുള്ള ഒരു പെണ്ണും അനുവദിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനാ. അവസാനം അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട്, അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ ചോദിച്ചു, അലിയേ, പൊരുത്തം തരുവോ അലിയേ, പൊരുത്തപ്പെട്ടു തരുവോ അലിയേ, ഞാൻ പോവുകയാണ്, എനിക്ക് പൊരുത്തം തരുവോ? ആരാ ചോദിച്ചത്? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നടന്നു പോവുകയാ. തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് മക്കള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, കുഞ്ഞുങ്ങൾ കരയുന്നു.
കരയുന്ന മോളെ, പാല് കൊടുക്കുമോള്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു. കരച്ചല് തീരുന്നില്ല, കരച്ചല് തീരുന്നില്ല. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും കരച്ചല് തീരാതെ വന്നപ്പോ റസൂലുള്ളാഹിന് ദേഷ്യം വന്നു. അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് റസൂലുള്ള മകളെ വഴക്ക് പറയുകയാ. സ്നേഹമില്ലാതെ പോയോ ഫാത്തിമ, കരുണയില്ലാതെ പോയോ ഫാത്തിമ. രണ്ട് മക്കള് വിശന്ന് വിശന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലല്ലോ. ഫാത്തിമ ബീവിക്ക് സഹിച്ചില്ല. മുഖം പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാ. തന്റെ കരളിന്റെ കഷ്ടമിരുന്ന് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ ദേഷ്യമങ്ങ് മാറി. റസൂലുള്ള അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്തിനാ കരയുന്നത്? മക്കൾക്ക് പാല് കൊടുക്കാത്തതിന്റെ കാരണമെന്ത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, പച്ചവെള്ളവും കാരക്കയും തിന്നുകൊണ്ട് നടക്കുകയാ. എന്റെ മക്കള് രണ്ടുപേരും പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. അവര് പാല് ചൊരത്തിയപ്പോ എന്റെ മാറിടത്തിലെ പാല് വറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പട്ടിണി കിടന്നിട്ട് ഒരു പെണ്ണിന്റെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. വീടിനകത്ത് നിന്നിറങ്ങി നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങി ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് നടന്ന് അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. റസൂലുള്ള ചോദിച്ച്, എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ മനുഷ്യൻ അറിയില്ല ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്നറിയില്ല. ചോദിച്ചു, വല്ല ജോലി തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരാനുള്ള ജോലി തരാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് മരങ്ങൾ നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. 3 തൊട്ടി വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊടിച്ചു. 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങ് കിണറ്റിൽ വീണുപോയി. അറിയാതെ തൊട്ടി അങ്ങ് കിണറ്റിൽ വീണുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ പുണ്യമായ മുഖത്തെ കടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. തല്ലുകൊണ്ടിട്ടും മിണ്ടിയില്ല, അടിച്ചിട്ടും മിണ്ടിയില്ല. ഓർമ്മ വന്നത് തന്റെ പൊന്നാര മക്കളുടെ മുഖമാ. അവസാനം കിണറ്റിൽ കിടന്ന് തൊട്ടിയെടുത്ത് ആരാ യഹൂദിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്ത് അല്ലാഹുവിന്റെ റസൂല് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന മക്കളെ എടുത്ത് മടിയിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കാരക്ക പൊളിച്ചിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആർത്തിയോടെ തിന്നുകയാണ്, ആർത്തിയോടെ തിന്നുകയാ. എന്റെ പ്രിയമുള്ളവരെ, വയറ് നിറച്ച് ഭക്ഷണമല്ല, ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൊച്ചുമക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. 2 പേരും തിന്ന് വിശപ്പങ്ങൽപ്പം മാറി. ഒരൽപ്പം വയറ്റിനകത്തേക്ക് ചെന്നപ്പോ മുഖത്തൊരു പുഞ്ചിരി വന്നു. അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിട്ട് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മകളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫാത്തിമ മോളെ തിന്നാൻ കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഇതുപോലെ പട്ടിണിയാണ് എങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. പണക്കൊടുപ്പ് കാണിക്കുന്ന പണക്കാരാ, ലോണെടുത്തിട്ട് ആർഭാട വിഭാഗം നടത്തുന്ന വാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, പഠിക്കാനുള്ള ചരിത്രമാ. ഈ പെണ്ണാണ് ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ച്, എനിക്ക് പൊരുത്തം തരുവോ? ഏത് വാപ്പയുടെ മകളെന്നറിയുവോ? ഏത് വാപ്പയുടെ മകളെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ, 18 വയസ്സുള്ള ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് സക്കറാത്തിന്റെ അവസ്ഥയില് തന്റെ
തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് അള്ളാന്റെ റസൂല് പോയി. ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയി. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, നല്ല മക്കള് നിനക്ക് പിറക്കണോ, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിവാഹം പള്ളിയിൽ